ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ സമയം 11:30 മണിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 1-ാം തീയതി ആയിട്ട് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. ഡിവൈനും ഡോൺ ചേട്ടനും പിള്ളേരൊക്കെ പോയിരിക്കായിരുന്നു കോട്ടയത്ത് ഒരു പരിപാടിക്ക്. അപ്പോൾ വീട് മൊത്തം സൈലൻസ് ആയിരുന്നു. പിന്നെ പിള്ളേരുണ്ടെങ്കിൽ പാച്ചുവും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാച്ചു ഇന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ട് ഒരു സൈഡിൽ ഇരുന്ന് മിണ്ടാണ്ടിരുന്ന് അവൻ്റെതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ ഫുള്ള് വീടിന്ന് ശുദ്ധികലശമായിരുന്നു. ഫുള്ള് അടിച്ച് കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് റോബോട്ടിനെ ഇറക്കി വിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും റെസ്റ്റ് ചെയ്തു. ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ റെസ്റ്റ് ചെയ്തു. പിന്നെ എന്താ പറയുക, റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു ട്രാക്കിലേക്ക് വരാൻ കുറേ സമയം എടുക്കുമല്ലോ. റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു മടിയാണ്. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ കുറേ പേര് ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കേട്ടു കുക്കിംഗ് വീഡിയോസ് കാണാൻ ഇഷ്ടമുണ്ട്, റെസിപ്പീസ് എന്തെങ്കിലും ഇടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യാം. അതും ഈ സമയം വരെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തില്ല എന്ത് ചെയ്യണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പിന്നെ എത്രത്തോളം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ട് അതിന് റെസ്പോൺസ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നില്ല. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നിട്ട് കുറേ പേർക്കൊന്നും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പം ആൾക്കാർ കാണുമോ, ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നത് ഇപ്പോൾ എന്താ പറയുക, കാണാൻ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. പക്ഷേ സർപ്രൈസിംഗ്ലി നമ്മുടെ വീഡിയോ ട്രെൻഡിങ്ങിൽ വന്നേക്കാണ് വീണ്ടും. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടിയ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിപ്പോഴേ നോക്കിയപ്പം ട്രെൻഡിങ് 18-ലാണ്. ചിലപ്പോൾ നാളെ രാവിലത്തേക്ക് കുറേയൊക്കെ ചെയ്യുമായിരിക്കും. എനിവേസ് എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും ഇന്ന് ശരിക്കും ഡേ 1 ആണ്. ഇന്നലെ ഞാൻ വലിയ പ്രോമിസൊക്കെ പറഞ്ഞു പോയി, കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടാന്നൊക്കെ പറഞ്ഞു പോയി. എന്നാൽ ശരി, ഇത് മുടങ്ങി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം തന്നെ എന്നാൽ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറേ പേര് ഇതുപോലെ കുക്കിംഗ് വീഡിയോസ് തന്നെയാണ് എന്നിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഫാമിലി വ്ളോഗ്സും. പിന്നെ എൻ്റെ അടുത്ത് ഈ മറ്റേ ആങ്സൈറ്റി ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ അത് എങ്ങനെ ഡീൽ ചെയ്തു, പേടി, അങ്ങനത്തെ കുറേ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടത്. എനിക്ക് ആൻസർ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു കണ്ടൻറ്റാണ്, എനിക്ക് പറയാൻ ഒരുപാടുള്ളൊരു കണ്ടൻറ്റാണ്. പക്ഷേ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ തന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചിന്തിച്ച് അത് വൃത്തിയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് ഉടനടി ഞാൻ അത് ഞാൻ വീഡിയോ എടുത്ത് ചെയ്യാതിരുന്നത്. തീർച്ചയായിട്ടും ഞാൻ അത് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളും ഞാനൊരു വലിയ സംഭവമായിട്ടോ ഞാൻ അതിൽ നിന്ന് ഫുള്ളി പുറത്ത് വന്നിട്ടോ അല്ല. പക്ഷെ എന്നിൽ കുറച്ചൊക്കെ മാറ്റങ്ങളൊക്കെ എനിക്ക് ഞാനായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി പറഞ്ഞുതരാം. അപ്പോൾ അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് അപ്പോൾ ഇന്ന് എന്താ റെസിപ്പി എന്ന് ഞാൻ പറയാം. പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾ നിങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റണം, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടിരിക്കണം. കുക്കിങ്ങിന് വേണ്ടി നമുക്ക് കുറേ പർച്ചേസ് ചെയ്യാനോ കുറേ ഇൻവെസ്റ്റ് ചെയ്യാനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ മുമ്പും ചെയ്തിട്ടില്ല, ഞാൻ പ്രിഫർ ചെയ്യാറില്ല. ഞാനും കുക്കിംഗ് വീഡിയോസൊക്കെ നമ്മൾ റെസിപ്പീസ് നോക്കുമ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യാവുന്ന സിമ്പിളായിട്ടുള്ള ബേസിക് സാധനങ്ങൾ വെച്ചിട്ടുള്ള റെസിപ്പീസാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ആണ് എല്ലാവരും എന്നാണ് ഞാനും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ കടക്കളയിൽ ഞാൻ ഈ 11:30 മണി നേരത്തെ വന്ന് നോക്കിയപ്പം ബ്രെഡ് ഇരിപ്പുണ്ട്. ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഇരിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ പാലിരിപ്പുണ്ട്. അതും നമുക്ക് എല്ലാ വീട്ടിലും സുലഭമായിട്ടുള്ളൊരു സാധനമാണ്. പാലില്ലാണ്ട് നമുക്ക് രാവിലെ ചായ പോലും തിളപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പാലിരിപ്പുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പഞ്ചസാരയുണ്ട്, വാനില എസൻസ് ഉണ്ട്. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഏലക്ക വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും മതി. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. പാല്, ബ്രെഡ്, പഞ്ചസാര, വാനില എസൻസ്, മുട്ട. ഇതിന് മുട്ട ഇല്ലെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കോൺഫ്ലവർ വെച്ചിട്ട്. അപ്പം ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി ഇതിന്. മാത്രമല്ല ഇത് വളരെ ടേസ്റ്റിയാണ്, വളരെ ബേസിക് ആയിട്ടുള്ള പുഡിംഗ് ആണ്. എല്ലാവർക്കും ഒത്തിരി പേര് യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുള്ള സംഭവം തന്നെയാണ്, ഒരു പുതുമയാർന്ന സംഭവങ്ങളൊന്നും അല്ല. പക്ഷെ എൻ്റെ രീതിയിൽ ഞാൻ ചെയ്യുന്ന സിമ്പിൾ ആയിട്ടുള്ളൊരു സംഭവം. എന്തായാലും നാളെ പിള്ളേർക്ക് ക്ലാസ് ഒന്നും ഇല്ല. അപ്പം അതുകൊണ്ട് അവർക്കിപ്പോൾ അതേ മമ്മി കഴിഞ്ഞ ദിവസം ഒരു മാംഗോൻ്റെ അതിനെന്താ പറയാ, ഐസ് ബാറോ മാംഗോ പൾപ്പ് വെച്ചിട്ടൊരു ബാർ പോലൊരു സാധനം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്ന് രാത്രി പിള്ളേർ വന്നപ്പോൾ അവര് ഭയങ്കര ഇഷ്ടമായി, അത് ഫുള്ള് കഴിച്ചു. അപ്പോൾ അതേ മമ്മി വീണ്ടും അതിൻ്റെ ഒരു കസ്റ്റേർഡ് പോലത്തെ ഒരു സാധനം എന്താ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ശരി, ഞാൻ പുഡിങ് ഉണ്ടാക്കുന്നില്ല, ഇത് കഴിയാണ്ട് ഇനിയിപ്പോൾ അതും കഴിക്കാൻ പറ്റില്ല. അപ്പം പറഞ്ഞു വേണ്ട, പുഡിങ് ഉണ്ടാക്കുക, കാരണം രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നാളെയൊക്കെ പിള്ളേർക്ക് ഒഴിവാണ്. അപ്പോൾ എന്തായാലും വീട്ടിലുണ്ടാവും. അപ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ് ഫ്രിഡ്ജ് തുറക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാക്ഡ് ആയിട്ടുള്ള
ഈ സംഭവങ്ങൾ കൊടുക്കുന്നേക്കാൾ എന്തുകൊണ്ട് നല്ലതാണല്ലോ ഹോം മെയ്ഡ് ആയിട്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക എന്നുള്ളത്. ഹെൽത്തിയുമാണ്, എന്നാൽ പിള്ളേർ ഹാപ്പിയോ. ഐസ്ക്രീമിന് പകരമൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ്. എനിക്കും പേഴ്സണലി ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ബ്രെഡ് പുഡിങ്. വേണമെങ്കിൽ അതിൽ നമുക്ക് ഫ്രൂട്ട്സ് വെച്ചിട്ടോ അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിന് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് ബ്രെഡ്. ഞാനീ പറഞ്ഞ പോലെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് കാര്യങ്ങളൊന്നും അല്ല. ഇത് ശരിക്കും ബ്രെഡ് പുഡിങ് ഉണ്ടാക്കുമ്പോൾ പലരും ഈ ബ്രെഡിന്റെ സൈഡൊക്കെ കട്ട് ചെയ്യാറുണ്ട്. പക്ഷെ ഈ സൈഡ് കട്ട് ചെയ്ത് വേസ്റ്റ് ആക്കി കളയുന്നതിലൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രെഡ് എടുക്കുമ്പോൾ ഇതിന്റെ അരിക് അടക്കമാണ് എടുക്കാറ്. അരിക് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിന്റെ കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. പക്ഷേ കളർ എങ്ങനെയായാലും നമുക്ക് കഴിച്ചാൽ പോരെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കളർ നല്ല ആ ഒരു കറക്റ്റ് ബ്രെഡ് പുഡിങ്ങിന്റെ കളർ തന്നെ മതിയെങ്കിൽ ഈ അരികൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞോളൂ. അല്ല നമുക്ക് വീട്ടില് നമുക്ക് നോർമലി കഴിക്കാനുള്ളതാണെങ്കിൽ അരിക് കട്ട് ചെയ്തില്ല ചെറിയൊരു ബ്രൗണിഷ് കളർ വന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ 8 ബ്രെഡാണ് എടുക്കണേ കേട്ടോ. അതിൽ എനിക്ക് 8 ബ്രെഡ് തന്നെ ഉണ്ടാവുള്ളൂ. ഇതിൽ 3 കറക്റ്റ് ഒരു പാക്കറ്റ് ഫിനിഷ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ്. 4, 5, 6, 3 വരെ എടുക്കാം നമുക്ക്. ഈ പാക്കറ്റ് അവസാനിപ്പിക്കാം. ഇത്രയും ബ്രെഡ് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കണം. നല്ല ഉറക്കം വരുന്നുണ്ട്. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ റെസ്റ്റ് എടുക്കാൻ സിനിമ കാണാനിരിക്കുകയായിരുന്നു. അപ്പൊ അതുകൊണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട്. പാച്ചുവിനെ ഞാൻ ഉറക്കിയിട്ട് ജസ്റ്റ് അവിടെ കിടത്തിയിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കായിട്ട് എന്തായാലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തു പോകാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇതാ നമുക്ക് വേഗം ബ്രെഡ് പൊടിച്ചെടുക്കാം. മിക്സിയിലിട്ട് അടിക്കാം. നമുക്ക് ആദ്യം ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മിക്സിയിൽ അടിച്ചാൽ പെട്ടെന്നാവുമല്ലോ. പണ്ട് നമ്മൾ ഓവനൊക്കെ വാങ്ങിച്ച സമയത്ത് മമ്മി പണ്ടുണ്ടാക്കിയിരുന്ന ഒരു സംഭവമാണ് ഈ ബ്രെഡ് പുഡിങ്. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആവിയിൽ വെച്ചിട്ടാണ്. ഇപ്പം എല്ലാവർക്കും ഓവൻ വീട്ടിൽ അവൈലബിൾ ആയിട്ട് ഉണ്ടാവണം എന്നില്ല. അപ്പം അതുകൊണ്ട് സ്റ്റീം ആകുമ്പോൾ ആർക്കും ഉണ്ടാക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു മെത്തേഡിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതാ 8 ബ്രെഡാണ് കേട്ടോ. ഞാൻ 3 അടക്കം എടുത്തിട്ടുണ്ട്. 8 ബ്രെഡ് ജസ്റ്റ് ഇതൊന്ന് മിക്സിയിൽ പൊടിക്കാണ്ട് കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയാൽ മതിയോ? കുഴപ്പമില്ല. കാരണം ഇനി മിക്സി അടിച്ചാൽ അതിൻ്റെ ശബ്ദം കേട്ടിട്ട് ചിലപ്പോൾ ആശാമാരെ എണീക്കാൻ നിൽക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സിയിലൊന്ന് അടിച്ചാൽ നല്ലോണം ഈവൻ ആയിട്ട് പൊടിയാവും. പക്ഷെ ഞാൻ ഈ ഒരു സമയം ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു മിക്സി ഒന്നും പൊടിക്കാൻ നിൽക്കണ്ട. നമുക്ക് വേഗം തട്ടിക്കൂട്ടി ഈ പരിപാടി അല്ലെങ്കിൽ അത്രയ്ക്കാക്കിയിട്ട് ഒറ്റ കിടക്കാം. നല്ല മിൽക്ക് ബ്രെഡ് ആയിരുന്നു. ഫ്രിഡ്ജിൽ വെക്കാത്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പാലും കൂടി ഒഴിക്കുമ്പോൾ അത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ വന്നോളൂ. ഫോർക്ക് കൊണ്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതാ നന്നായിട്ട് മിക്സിയിലെ പൊടിയണേക്കാളും ഭംഗിയിൽ ആ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേ ഞാനിതിൻ്റെ ഇടയ്ക്കിലാണ് ഒരു കാര്യം പറയാൻ ആലോചിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ഒരു സമയം വേണമല്ലോ നമുക്ക് വീഡിയോ ഇടാനായിട്ട്. അപ്പം എല്ലാ ദിവസവും വീഡിയോ ഇടാൻ പറ്റുമെന്നുള്ള എനിക്കറിയില്ല. എന്തായാലും വീക്ക്ലി മിനിമം 3 വീഡിയോസ് ഇടണം എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത്. ഡെയിലി എനിക്ക് പ്രാക്ടിക്കൽ ആവുമെന്ന് എനിക്കറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. അത് പക്ഷെ ഒരു സ്ട്രെസ്സായിട്ട് മാറരുത്. അങ്ങനെയും എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രെസ് ചെയ്താൽ അത് നിങ്ങൾക്കും ഒരിക്കലും ആ ഒരു വീഡിയോ ആ ഒരു സ്ട്രെസ് തന്നെ നിങ്ങൾക്കും അനുഭവപ്പെടും. അതുകൊണ്ട് മാക്സിമം കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഇടാൻ നോക്കാം. ഇല്ലാത്ത പക്ഷം വീക്ക്ലി 3 വീഡിയോ എങ്കിലും ഇടണം എന്നാണ് വിചാരിക്കുന്നത്. അതും കൃത്യമായിട്ടുള്ളൊരു സമയത്ത് ഇടാം. കാരണം മമ്മി എല്ലാ ദിവസവും 9 മണിക്കാണ് ഇടുക. അപ്പം ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് മമ്മിയുടെ 9 മണി ആവാൻ വേണ്ടിയിട്ട് പലരും കാത്തിരിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കാര്യം ഇന്നൊക്കെ ഞാൻ 9 മണി മമ്മിയുടെ സമയത്താണ് ഞാൻ ഇട്ടത്. മമ്മി 9 മണിക്കാണെങ്കിൽ ഞാൻ 9:15 ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ വേണ്ട, എന്തായാലും ഒരു ഉച്ചയോടുകൂടി ഇടാം. തലേ ദിവസം ഇൻ കേസ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും നെക്സ്റ്റ് ഡേ എന്തെങ്കിലും വീഡിയോ എടുത്തിടാനുള്ളൊരു ഗ്യാപ്പും മാത്രമല്ല. ഉച്ചയ്ക്ക് ആകുമ്പം നമ്മൾ കൂടുതലും വീട്ടമ്മമാരാണല്ലോ നമ്മുടെ വീഡിയോസ് കാണുന്നത്. അപ്പോൾ വീട്ടമ്മമാരുടെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് കിട്ടുന്ന ഒരു സമയമാണല്ലോ. ഒരു 1:45, 2, 3 മണിയിലൊക്കെ ഇടയ്ക്ക്. അപ്പോൾ ഒരു 2 മണിക്ക് നമുക്ക് മിക്ക ദിവസവും വീഡിയോസ് ഇടാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ മമ്മിയുടെ 9 മണിക്ക് നിങ്ങൾ കാത്തിരിക്കുന്ന പോലെ എൻ്റെ 2 മണിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത്രയും ഗ്യാപ്പ് വന്നതുകൊണ്ട് പലർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ ബ്രെഡ് റെഡിയായി.
ഇനിയിപ്പോൾ ഞാൻ പാലെടുത്തിട്ട് വരാം കേട്ടോ. പാലിത് ഫ്രിഡ്ജിലിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഞാൻ എന്താ പാല് ഇത്രയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഇത് ശരിക്കും 1.5 കപ്പ് പാലുള്ളത്. വലിയ കപ്പായ കാരണം ജസ്റ്റ് 1 കപ്പ് മതിയാവും. പിന്നെ നമുക്കിതിൽ കൺസിസ്റ്റൻസി, നമുക്കിതിൽ ബ്രെഡ് ഇങ്ങനെ ഒഴിച്ച് ബ്രെഡിലേക്ക് പാൽ ഒഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ആ ഒരു തിക്നെസ് വരുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ കറക്റ്റ് മെഷറിനേക്കാളും എനിക്ക് കുറച്ചും കൂടി പരിചയം ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള കണക്കുകളാണ്. ഇത് ഞാൻ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് മെഷറിങ് ഗ്ലാസ്സോ കപ്പോ സ്പൂണോ ഒന്നും എടുക്കണില്ല. ഒക്കെ ഒരു കൈയളവിൽ അങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ മധുരമൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എങ്ങനെ വെച്ചാൽ എനിക്ക് കട്ടി മധുരം പൊതുവെ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഒരു മീഡിയം ലെവലിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എല്ലാവരേക്കാളും മധുരം വളരെ കുറവ് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഒരു മീഡിയം ലെവലിൽ മധുരം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അതുകൊണ്ട് ഞാനിതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ജസ്റ്റ് ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് അലിയിക്കണം. 3 4 ജസ്റ്റ് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. 5 അതിലേക്ക് ബ്രെഡിലേക്ക് ഇട്ടാലും മതിയില്ലേ? 6 ഞാൻ ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അപ്പോൾ കുറച്ചുകൂടി വലിയ കപ്പ് എടുക്കേണ്ടതായിരുന്നു. സാരമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് പാൽ ശരിക്കും കുറച്ചും കൂടി മധുരം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മീഡിയം മധുരത്തിനാണ് ഞാൻ 8-9 ടേബിൾ സ്പൂൺ പറഞ്ഞത്. നിങ്ങൾക്ക് നല്ല മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണ്. പുഡിംഗ് എന്ന് പറയുമ്പോൾ ചിലർക്ക് നല്ല മധുരത്തിലാണ് ഇഷ്ടം വരിക. അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ 10 to 11 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ 12 അത് ഭയങ്കര ഓവറായിട്ട് കഴിക്കുമ്പോൾ മനസ്സിലാവും. 10 അല്ലെങ്കിൽ 11 ടേബിൾ സ്പൂൺ വരെ ഇട്ടാൽ കറക്റ്റ് നല്ല ആ ഒരു മധുരത്തിൽ കിട്ടും. ഇതൊരു മീഡിയം മധുരം. കാരണം നമ്മുടെ ഇവിടെ ഉള്ളവർ ഡയബറ്റിക്സ് ഉള്ളവരാണ്. എന്തായാലും പിള്ളേർക്ക് എന്ന് പറഞ്ഞാലും മമ്മി ആയാലും ഡാഡി ആയാലും ഡോൺ ചേട്ടനായാലും ഒക്കെ കഴിക്കും. അപ്പം അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ചിട്ടാണ് ഞാൻ ഇടുന്നത് കേട്ടോ. യെസ്, ഇപ്പോൾ ഏകദേശം കുറച്ചൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം പാല്. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക്, ഞാനിത് കുഞ്ഞു കപ്പായ കാരണം ഞാൻ നേരത്തെ വാനില എസൻസ് ഒഴിക്കാണ്ടിരുന്നത് കേട്ടോ. പാല് കുറച്ച് ഒഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ്. പിന്നെ നമ്മുടെ ഷുഗർ ഞാൻ മൊത്തം അളവ് ഞാൻ ഇട്ടില്ലല്ലോ, ഇതിൽ കുറവായതുകൊണ്ട്. അപ്പോൾ ഷുഗറും കൂടി കുറച്ചും കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഞാൻ നേരത്തെ 5 ടേബിൾ സ്പൂണാണ് മിക്സ് ചെയ്തത്. ഇതിലേക്ക് ബാക്കിയും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ബാക്കി പിന്നെ നമുക്ക് ഈ മിക്സ് ഒന്ന് കഴിച്ച് നോക്കുമ്പോൾ കൂടുതലോ കുറവോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് മധുരം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. ഓക്കെ, മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ പാലിട്ട് ഈ പഞ്ചസാര ഇളക്കുന്നത്. അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി മിക്സിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ പെട്ടെന്ന് പണി തീരും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മിക്സിന് ഈ നേരത്തെ അടിക്കേണ്ട. പാച്ചുനെ ഞാൻ ഒരു കണക്കിനാണ് ഉറക്കിയിട്ട് അവിടെ കെടുത്തിയിട്ടുള്ളത്. റൂമിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടേക്കാണ്. അപ്പോൾ ആ ഒരു ഒച്ച കേട്ട് അവൻ ഉണരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ശരിക്കും മിക്സിയിലാണ് ചെയ്യണതെന്ന് വെച്ചാൽ നമുക്കൊരു 10 മിനിറ്റ് വേണ്ട. ഈ പരിപാടി കഴിഞ്ഞ് നേരെ നമുക്ക് ആവിയിൽ വെക്കാവുന്ന കേസേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ആ ബ്രെഡിലേക്ക് ഈ പാലങ്ങോട്ട് വലിച്ചെടുക്കും ബ്രെഡ്. നല്ല വാനില എസൻസ്, നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. മുമ്പത്തെ ഒരു ബിസ്ക്കറ്റ് പുഡിങ് ഉണ്ടാക്കിയില്ലേ മമ്മി? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് നമ്മുടെ ചാനൽ വാങ്ങിച്ച സമയത്ത് അത് ഇട്ടിട്ട് ആ സമയത്ത് ഒരുപാട് പേര് എനിക്കിങ്ങനെ ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ ഉണ്ടാക്കി ഇഷ്ടമായതുകൊണ്ട് അയച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ നാളെ വീഡിയോ വന്നതിന് ശേഷം ഞാൻ എക്സ്പെക്ട് ചെയ്യും നിങ്ങളും ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ രീതിയിൽ ഇത് പ്രിപ്പയർ ചെയ്ത് പലരും പല ഷേപ്പിലും പല പാത്രത്തിലൊക്കെ വേവിച്ചിട്ടാണല്ലോ ഡെക്കറേറ്റ് ചെയ്തിട്ടാണല്ലോ ഉണ്ടാക്കുക. അവരവരുടെ രീതിയിൽ അവരവരുടെ വെർഷനിൽ വരുന്നത് കാണാൻ ഭയങ്കര രസമാണ്. അങ്ങനെ ഒരുപാട് പേര് കഴിഞ്ഞ വട്ടം ഇങ്ങനെ ചെയ്തപ്പം അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണയും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഒന്ന് അയച്ചു തന്നാൽ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും മോട്ടിവേഷനും ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ മിക്സ് ചെയ്തു.
നല്ല അത്യാവശ്യം മധുരമുണ്ട്. എനിക്ക് കുറച്ചും കൂടി എനിക്ക് വാനിലയുടെ ഫ്ലേവർ വേണം തോന്നുന്നു. അപ്പോൾ ഞാൻ തുണ്ടും കൂടി, ഞാൻ പൊതുവെ വാനിലയുടെ ഫ്ലേവർ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം ശരിക്കും പാകമാണ്, എന്നാലും ഞാൻ കുറച്ചും കൂടി എക്സ്ട്രാ ഞാൻ ഇടുന്നുണ്ട്. നമ്മയൊന്ന് കഴിച്ചു നോക്കി എന്നിട്ട് മിക്സ് ചെയ്തിട്ട്. ഇതൊക്കെ കൈയളവായതുകൊണ്ടേ സൂപ്പർ ആയിട്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ ബേസിക് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. ഇതിൽ മുട്ട പോലും നമ്മൾ ചേർക്കാൻ പോകുന്നില്ല, ജസ്റ്റ് ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു 5 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നോട്ടെ. അപ്പം ഇതിലുള്ള ഈ ഇത്രയും കുറച്ചൊരു വാട്ടറി ആയിട്ട് ഇവിടെ പാല് കാണില്ല, അത് കുറച്ച് നേരം ഇരിക്കുമ്പോൾ അതങ്ങ് വലിച്ചെടുക്കും ബ്രെഡ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് കാരമലൈസ് ചെയ്തൊരു പാത്രത്തിൽ വെച്ച് അങ്ങനെ ചെയ്യാം. കാരമലൈസ് ചെയ്യണോ? എങ്ങനെയാ ചെയ്തോ, ചെയ്യണോ? ചെയ്യണമെങ്കിൽ ചെയ്തോ. കാരമലൈസ് ചെയ്യാല്ലേ, അതിൻ്റെ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ കാരമലൈസ് ചെയ്ത് ഡിമോൾഡ് ചെയ്യണം. അങ്ങനെയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കാരമലൈസേഷൻ, കാരമലിൻ്റെ ടേസ്റ്റ് അത്ര വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ, ഞാൻ എനിക്കായിട്ട് ചെയ്യുമ്പോൾ കാരമലൈസേഷൻ ഒന്നും ചെയ്യാണ്ട് ജസ്റ്റ് ഈ ബാറ്റർ അങ്ങ് വെച്ച് കുക്ക് ചെയ്യാറാണ് പതിവ്. അങ്ങനെയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഫ്രെയിം ബ്യൂട്ടിക്ക് നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കുറച്ചൊന്ന് കാരമലൈസ് ചെയ്യാം അല്ലേ. അപ്പം ഞാൻ കുഞ്ഞൊരു പാത്രം എടുത്തേക്കണം കേട്ടോ, നമുക്ക് കുറച്ച് മതി. കുറച്ചും കൂടി പഞ്ചസാര. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാനിത് പാകത്തിനുള്ള പഞ്ചസാര ഇട്ടിട്ടുള്ളത്. നിങ്ങൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല മധുരം വേണ്ടവർ കാരമലൈസ് ചെയ്യുമ്പോൾ ഇത് ഇനി കുറച്ചും കൂടി മധുരം കൂടും കാരമലൈസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ബാറ്ററിൻ്റെ മധുരം ഇതും കൂടി ബാലൻസ് ചെയ്തിട്ട് വേണം നമ്മൾ കാരമലൈസ് ചെയ്യുമ്പോഴും ഷുഗർ യൂസ് ചെയ്യാനായിട്ട്. മധുരം ബാലൻസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു തുണ്ട് ഉപ്പും കൂടി ഇടണം കേട്ടോ. എന്ത് സ്വീറ്റ് ആണെങ്കിലും അത് ഞാൻ സ്ഥിരം ചെയ്യുന്ന കിച്ചണിൽ ചെയ്യുന്ന ഒരു ടിപ്പാണ്. മമ്മി ചെയ്യാറുണ്ടോ അത്? മധുരം മുന്നിട്ട് നിൽക്കുക, അത് പായസത്തിലും എല്ലാത്തിലും യൂസ് ചെയ്യും. വളരെ തുണ്ട് മധുര പലഹാരങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഒരു തുണ്ടുപ്പും എരിവുള്ള ഐറ്റംസ്, ഇപ്പൊ സാമ്പാർ അങ്ങനെയുള്ള മറ്റേ എരിശ്ശേരി അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി മധുരം മമ്മി ഇടാറുണ്ട്. സാമ്പാറിലുള്ള മധുരം അങ്ങനെ ഇടാറുണ്ട് കേട്ടോ. ഒരു പിന്നെ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഇത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ. അപ്പൊ ഇതേക്ക് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. തുണ്ട് എടുക്കണുള്ളൂ കേട്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് കാരമൽ. ഇത് ശരിക്കും ഒരു 7-8 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലിരിക്കണം, ഫ്രീസറിലല്ല ഫ്രിഡ്ജിലിരിക്കണം, എന്നാലും അതിൻ്റെ കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നാളെ പിള്ളേരെ എണീറ്റ് ഒന്ന് ഫുൾ സ്വിങ് ആയി ഫസ്റ്റ് ഫ്രിഡ്ജ് തപ്പാൻ വരുമ്പോഴത്തേക്ക് നമുക്കിത് കൊടുക്കാനുള്ള ടൈം ആവും. അപ്പോൾ 2 മണിക്കായ കാരണം ഈ സമയത്ത് ഉണ്ടാക്കിയ വീഡിയോ വരുന്നതിന് മുമ്പ് പറ്റിയെങ്കിൽ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓൺ ചെയ്തിടാം, ഇതൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതേക്ക് ഞാൻ സ്റ്റീമറൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്റ്റീമർ. നമ്മൾ സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. പാത്രം ഇത് വെക്കുകയാണെങ്കിൽ മറ്റേ പുഡിങ്ങിൻ്റെ പാത്രമൊക്കെ അതെടുത്തോ, കുഴപ്പമില്ല. ഇത് വെക്കട്ടെ. ഇത് വേണ്ടി ഇത് വേണ്ടി വലുതെടുത്തോ, ചെറുതായിട്ട്. ഇനി പുഡിങ്ങിന്റെ പാത്രങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനി തപ്പിയെടുക്കണം. അതിനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലം നമുക്ക് ഈ പാത്രം. അതിനൊരു കുഴിവുണ്ടോ പാത്രത്തിന്? ഏതാ കുഴിവുണ്ടോ? ഇല്ല അല്ല, ഷേപ്പ്ലെസ് ആവും. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യണം. അല്ലാന്നേ ഇവിടെ ഒരു കുഴിയില്ലേ അടി, ഷേപ്പിൽ വരുമോ? കുഴപ്പമില്ല അല്ലേ? കാരമൽ ചെയ്യുമ്പോ ഇവിടെ നടുക്ക് കാരമൽ വരില്ല. അതാ ഞാൻ ചോദിച്ചത്. ശരിക്കും കസ്റ്റേർഡ് പുഡിങ്ങിൻ്റെ പുഡിങ്ങിൻ്റെ ബൗളൊക്കെ കൂടി ഉണ്ട്, തപ്പിയെടുക്കണം. അല്ല, കുക്കറി ഷോ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഞാനൊക്കെ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഓടുന്ന ആളാണ്. അതുകൊണ്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. കാരമൽ എവിടെ എത്തില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ.
അതാ കാരമലൈസ് ആയിട്ടുണ്ട്. ഇതാണ് കാരമലായിട്ടുണ്ട്. നമുക്ക് പാതിരയ്ക്ക് കേക്ക് തിന്നുന്ന ഡിവൈൻ. സിമ്പിൾ എനിക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്തതാണ്. അല്ല ഡിംപിൾ മാസം പളച്ച സാധനം, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ല. അത്ര ദേഷ്യം ഉണ്ട് നോക്കാം എന്നോട്. കണ്ടാ ഇതിലേക്ക് പൊഴിച്ച പൊട്ടിത്തെറിക്കോ? എനിക്ക് ആരും ഇല്ല കേട്ടാ. ഒന്നും സംഭവിച്ചില്ല. ഞാൻ സ്പൂൺ കൊണ്ട് പഠിച്ചു. വാക്സ് ഇതുപോലെ ആവുള്ളൂ. ഏത് വാക്സ് ചെയ്ത പോലെ ആവുള്ളൂ അല്ലേ മമ്മി? കൈയോടെ പരത്ത് മണിങ്ങനെ വട്ടം ചുറ്റിക്കാം. പെട്ടെന്ന് കട്ടയാവും. ഇങ്ങനെ വട്ടം ചുറ്റിച്ച് വട്ടം ആരുടെ വർത്താനം കേൾക്കിട്ടില്ല നമ്മളെ. പാച്ചുമായിരിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നിൽക്കുമ്പോൾ അവനായിരിക്കും എനിക്ക് വരണത്. ഇതാ ജസ്റ്റ് ഇങ്ങനെ വട്ടം കറക്കി എടുത്തുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് വേഗം സ്റ്റീമർ ചൂടാക്കാൻ വെക്കാം. വേഗം ആ ബാറ്റർ ഇതിലേക്ക് പകർത്തണം. ഇനി എല്ലാം വേഗം ആവണം. ശരിക്കും നമുക്കെല്ലാം സെറ്റ് ചെയ്ത് പ്ലാൻഡ് ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വേണ്ട കേട്ടോ അതൊക്കെ ചെയ്യാനായിട്ട്. ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഏത് പാത്രം എന്ത് നമുക്ക് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വന്നിട്ടുള്ള ഒരു ഡിലേ ആണ്. ശരിക്കും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് ബാറ്റർ മാറ്റാം. കണ്ട നേരത്തെ ഒന്നുകൂടി ചൂടാറിക്കോട്ടെ. കട്ടയായി അത്. അതെ അല്ല അത് കട്ടയായി. കട്ടെ ഞാൻ വന്നപ്പോ കമ്മത്തി വീഴാണെങ്കിൽ വീണോട്ടെന്ന് ചെയ്താ. കണ്ട പാലൊക്കെ ബ്രെഡ് വലിച്ചെടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൺസിസ്റ്റൻസി നോക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല. വല്ലാണ്ട് ലൂസായി തോന്നിയ ഒരു ബ്രെഡ് കൂടി അങ്ങനെ പിടിച്ചില്ല. ടൈറ്റ് ആയി തോന്നിയ ഒരു തുറ്റു പാല ഒഴിക്കുക. അപ്പൊ നമ്മൾ എത്ര നേരം ഇങ്ങനെ ഒഴിച്ചോണ്ടിരിക്കണം? എത്ര നേരം ചെയ്യണം ഡിംപിൾ റോസ് ഈ പ്രോസസ്? മര്യാദക്ക് ചെയ്തോണ്ടിരുന്ന വ്ളോഗ് കോമഡി വ്ളോഗ് വെക്കും. കോമഡി വേണം, എന്റെ കോമഡി പ്രത്യേകിച്ച് വേണം. താനല്ലല്ലോ എന്റെ പ്രൈവസി എടുത്തത്. നമുക്ക് വഴക്കുണ്ടാക്കിയാലോ? അല്ല, ഞാനല്ലേ തന്റെ പ്രൈവസി എടുത്തത്. എന്നോട് പറഞ്ഞ അനധികൃതമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു എന്നാണ്. ഞങ്ങൾ രണ്ട് അനധികൃതരാണ് ഈ വീട്ടിൽ. ആരാണ് ശരിക്കും ഉള്ളവരെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. വീട് എന്തായാലും മമ്മിയുടെ ഡാഡിയുടെ പേരില്ല. രണ്ടാളും ഇറങ്ങി പോവാണെങ്കിൽ ഒരുമിച്ച് ഇറങ്ങി പോവാൻ പറയൂല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അനധികൃതരാണ്. ഏറ്റവും ലാസ്റ്റ് കല്ലില് അതിൽ അവിടെ ബോക്സ്. തനിക്ക് എന്തും നല്ലതൊക്കെ എനിക്ക് ഉണ്ടാക്കി തന്നൂടെ? അവളൊക്കെ പറയും ഒന്നും ചെയ്തു തരില്ല. ഇപ്പം ആകെ മടി. അതെ, ഞങ്ങൾ രണ്ടുപേരും മടിയന്മാരാ. V2 മാത്തമാറ്റിക്സ് ഇല്ലടോ. തൻ്റെ കൂടെ കൂടി ഞാനും വഷളായി അല്ലേ മമ്മി? തൻ്റെ കൂടെ കൂടി അത് ഞാനും വഷളായി. അതായിരിക്കും പറയാൻ നല്ലത്. ഫോയിൽ പേപ്പർ ഇട്ടാ അതറിയില്ലായിരുന്നു കേട്ടോ. നിങ്ങൾ എന്നെ കണ്ടുപിടിക്കുക. ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് ചെയ്തിരിക്കും. അങ്ങനെ ആവിരിക്കണം. അല്ലാണ്ട് എന്താ പറയുക, ഇന്നൊന്ന് ചെയ്തു 2 ദിവസം കഴിഞ്ഞ് മടി, 3-ാം ദിവസം അത് വേറെ. 2 എണ്ണം കണക്കാ. എന്നെക്കാളും വേണം ഞാൻ. രണ്ടും കണക്കാ. ഓട്ട വരുന്ന അത് ഓട്ട വരുന്നു. എടി മോളെ അത് ഒട്ടിപ്പിടിച്ച് പോയടി. എത്ര നാളത്തേത് നിങ്ങൾ യൂസ് ചെയ്യുമ്പോ ഞാനിത് തൊടാറില്ല. ഇതൊക്കെ എടുക്കുന്ന ആള് താനാണ്. അല്ല, അവരോട് കീറാണ്ടെടുക്കാൻ ശ്രമിക്കുക. ഫോയിൽ പേപ്പർ വെക്കുന്ന എന്താന്ന് വെച്ചാൽ നമുക്ക് മൂടി വെക്കുമ്പോഴേ ഈ ആവി വരില്ലേ, ആവിയുടെ വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. ഇതിന്റെ മൂടി കുറച്ച് പ്ലാസ്റ്റിക് ഉള്ളത്. അപ്പൊ അത് വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ തൽക്കാലം ഈ ഫോയിൽ പേപ്പർ വെക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതിന്റെ അവസ്ഥ ഇങ്ങനെയായിപ്പോയി. പുതിയത് കാണില്ലോ മണി. അതില് പുതിയത് തന്നെയാണ് ഞാൻ കീറിയത്. ശരിയല്ലാണ്ട
അതാണ് കണ്ട പുതിയത് കണ്ടോ കണ്ടോ? എന്നെ വെക്കിട്ട് കയറുന്നു. പഴയതല്ല പുതിയത്. ഞാനും വിചാരിച്ചു ഇത് ഞാൻ ഇപ്പൊ വാങ്ങിയതാണേ. ഇതിങ്ങനെ വെച്ചിട്ട് ഇനി ഓട്ടയിടാനുള്ളതാ. ഞാൻ അത് കയറാൻ വേണ്ടി നമുക്ക് 2 കുത്തു കൊടുക്കാം. ആർക്കിട്ട് ഇനി കുത്തണ്ട, അത് ഓൾറെഡി ഓട്ട ഉണ്ടല്ലോ പൊന്നു. ഞാൻ 2 വെച്ചല്ലേ. ആണോ? 2 കുത്തിട്ട് വയ്ക്കാൻ മതി. ആവിയിലേക്ക് ചൂടായ ആവി വന്നു തുടങ്ങി. ഇവിടെ തന്റെ ബിരിയാണി റെസിപ്പി ഒക്കെ വെക്കണോ? മടിയാണ് അതിന്റെ മടി. ബിരിയാണി ഉണ്ട്, പിന്നെ കോഫി പുഡിങ് എന്ത് ടേസ്റ്റ് അറിയോ? കോഫി പുഡിങ് ഇട്ടിട്ടുണ്ടോ? ആ കൊറേ സാധനങ്ങളുണ്ട് അവിടെ, പിന്നെ എന്തിനാ ഒരു സാധനം ഉണ്ടാക്കണേ? കൊറേ സംഭവങ്ങളുണ്ട്. താനല്ലേലും എന്തൊക്കെ ഉണ്ടാക്കി. അല്ല ഡിവൈൻ ശരിക്കും കഴിച്ചിട്ടില്ലേ ഡിംപിൾ ഉണ്ടാക്കിയത്? അവള് മനഃപൂർവ്വം എന്തൊന്നും ചെയ്തില്ല. അവള് ഞാൻ പോകാൻ കാത്തിരിക്കാൻ പോകില്ലേ, തിന്നിട്ടേ പോകണുള്ളൂ ഞാൻ. ബിരിയാണി ഉണ്ട് എല്ലാവരും പറയാം. ബിരിയാണി ഫ്രൈഡ് റൈസ് നല്ലല്ലേ? അല്ല പൊട്ട. എനിക്ക് എന്റെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി തരില്ല എന്നേ ഉള്ളൂ. ആ പുൽക്കൂട് ഉണ്ടാക്കി ഞാൻ. എന്നിട്ട് ഇവക്ക് സഹായം ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ചെറുതിനടക്കം ഞാൻ മോളിൽ കൊണ്ടുപോയി. അവള് വീഡിയോ എടുത്തില്ല. ഉച്ചോട്ട് വൈകുന്നേരം വരെ എനിക്ക് തോന്നുന്നു 4 മണിക്കൂർ ഞങ്ങള് മുകളിലായിരുന്നു. അവള് വീഡിയോ എടുത്തില്ല. നീ കുന്നറാണ്ടത്തിൽ വെച്ചിട്ട് എടുത്തൂടെ? വീഡിയോ എടുക്കണമെങ്കിൽ മമ്മീനെ സഹായത്തിന് വിളിക്കണം. ഞാൻ ആരെ വിളിക്കണ്ടോ? ഞാൻ ആരെങ്കിലും വിളിക്കണ്ടോ? നിങ്ങളെന്നെ കുറ്റം പറയുന്നുണ്ടോ? ഞങ്ങൾ ഈ വ്ളോഗ് യൂട്ടിലൈസ് ചെയ്യും. കണ്ട തിരിച്ചു വരുമ്പോ ഞങ്ങൾ ഇതിലൂടെ ആഘോഷിക്കുകയാണ്. കണ്ടോ സമയം 12 മണി. ഞാൻ പൊക്കോളാം മമ്മി. അല്ല ഞാൻ അതല്ല മമ്മിക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് എനിക്ക് അറിയാം. ഞാൻ അടുത്ത നാളേക്കുള്ള ഇതാവൂട്ടാ. നമ്മളിത് ടൈം ഞാൻ വെക്കേണ്ടത് ഒരു 20 മിനിറ്റ്സ് വെക്കല്ലേ? കാരണം ഇത് ഹൈറ്റ് ഉള്ളതല്ലേ, പരന്ന പാത്രമാണെങ്കിൽ പെട്ടെന്നാവും. ഇത് ഇത്തിരി ഹൈറ്റ് ഉള്ള പാത്രം ആയതുകൊണ്ട് നമുക്കൊരു 20 മിനിറ്റ്സ് വെക്കാം. ചിലപ്പോ മുമ്പാവും. നമുക്ക് കുത്തി നോക്കിയിട്ട് ആവുന്നതനുസരിച്ച് എടുക്കാം. എടുക്കണവരെ വെയിറ്റ് ചെയ്യണ്ടോ അതോ നാളെ കാണിക്കണ്ടോ? എങ്ങനെയാ? മമ്മി ചുരുക്കം പറഞ്ഞ ഞാൻ ഇതിന്റെ സാരാംശം പറഞ്ഞുതരാം. മമ്മിക്ക് ഉറക്കം വരുന്നുണ്ട്. മോറോവർ മമ്മിക്ക് വോയിസ് ഓവർ കൊടുക്കണം. 2 ഉറക്കം ആദ്യം പരിഗണന വോയിസ് ഓവർ ആണ്. ഞങ്ങളെല്ലാം കൂടടച്ച് പോയിട്ട് വേണം മമ്മിക്ക് ഈ അടുക്കളയിൽ ഇരുന്നിട്ട് ആ കിലിക്കി വോയിസ് ഓവർ കൊടുക്കാൻ. ഒരു ദിവസം ഉറങ്ങിയിട്ട് വോയിസ് ഓവർ കൊടുത്തു മമ്മി. ഉറക്കം തൂങ്ങിപ്പോയിന്നേ. നിങ്ങളുടെ മമ്മീനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങള് ചത്തുപോയാലും സാരില്ല, നിങ്ങളൊന്ന് പോയി തരുമോന്നാ മമ്മി ചോദിച്ചു. നിങ്ങളോടുള്ള ആത്മാർത്ഥത മൂത്ത് മമ്മിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങളോട് പോകും. അതല്ല, ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ഭംഗി പോലെ ചെയ്യാൻ പഠിക്കണം. ആരോഗ്യം കൂടെ നോക്കണം. അല്ല അതുണ്ട്, അത് രണ്ടാമത്തെ വശം. മമ്മിയില്ല അപ്പുറത്തെ ചിരിച്ചോണ്ടിരിക്കുന്ന ഡയലോഗ് മമ്മി ഇല്ല കേട്ടാ. ഇപ്പൊ സത്യം പറഞ്ഞ ഇപ്പൊ മമ്മിയുടെ ആവശ്യം മമ്മിക്കൊന്ന് ഉറങ്ങണം. അതിന് മുമ്പ് ഉച്ചയ്ക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് വേണം മമ്മിക്ക് ഉറങ്ങാൻ. അതെ, ഞങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കൂടിയില്ല. അതാണ് എല്ലാവരും പാത്രമൊക്കെ ഇവിടെ കിടന്നോട്ടെ, ക്യാരറ്റ് കട്ടായിട്ടിരിക്കാം. ഇപ്പൊ കഴുകാൻ പറ്റില്ല. കണ്ടോ? അതാണ് വെള്ളം ഒഴിച്ചിട്ട് രാവിലെ ആകുമ്പോഴേക്ക് അത് അലിഞ്ഞോളൂ. ഇതിരുന്നാവട്ടെ. 20 മിനിറ്റ്സ് ആണ് ഇട്ടേക്കുന്നത്. ഡിവൈനെ നാളത്തെ ഇതിൽ കമന്റ് ഉണ്ടാവട്ടെ. ഡിവൈൻ എന്താ ഈ പാതിര നേരത്തെ ഇങ്ങനെ തിന്ന് നടക്കുന്ന ഫുൾ ടൈം തീറ്റയാണല്ലോ അത്. ഞാൻ തിന്നും. ഞാൻ ഇനിയും തിന്നും. എന്റെ വയറാണ്, ഞാൻ തിന്നും. എന്തോരം തിന്നുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരു സ്ഥലത്ത് ഇരുന്ന് കഴിക്കുമ്പോ 10 പ്രാവശ്യം എണ്ണിക്കും. 1 സ്പൂൺ ഉണ്ടെടുത്ത് 1/2 സ്പൂൺ ഉണ്ടിട്ട് ഞാൻ മിണ്ടാണ്ട് വേഗം തിന്നറിയും. ഇപ്പൊ കരച്ചിൽ വരും മോളിന്ന്. ആരെങ്കിലും ഒരാൾ കരയും. ഇത് ബാക്കി ലോഞ്ചാറിന് കൊടുക്കണം. ആയിക്കോട്ടെ, ഷെയറിംഗ് ഈസ് കെയറിംഗ്. ഓക്കെ. തനിക്ക് കുശുമ്പാണ്. അല്ല ഡോൺ ചേട്ടാ ഉറങ്ങിയിട്ടില്ലേ? പിള്ളേർസ് ഉറങ്ങിയാ? തോമു ഉറങ്ങിയിട്ടില്ല. ചാക്കോച്ച ഉറങ്ങിയാ? ഓ ഭാഗ്യം, മരുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഭാഗ്യം. ഡോൺ ചേട്ടൻ ഉറക്കത്തിൽ വിളിച്ചാലും കഴിക്കും. പക്ഷെ തമ്മി പേതാണ്, ഒന്നും മിണ്ടിയില്ല. ഫുഡ് മാത്രമേ കഴിച്ചോളൂ കാര്യമായിട്ട്. ഫുഡ് ഭയങ്കര അടിപൊളി ഫുഡായിരുന്നു. അപ്പോൾ തൻ്റെ ബ്ലോഗിൽ വന്നിട്ട് ഞാൻ എന്തിനാ ഫുഡിനെ കുറിച്ച് പറയണേ? സോറി ഗൈസ്, ഗ്രൂപ്പ് മാറിപ്പോയി. ചാനൽ മാറിപ്പോയി. ഞാൻ ഉദ്ദേശിച്ച ചാനൽ ഇതല്ലായിരുന്നു. വീഡിയോ എടുത്തത് ആകെ 3-4 മിനിറ്റേ ഉള്ളൂ. അതിൽ നിഖിൽ ചേട്ടന്റെ പാട്ട് വന്നു. കോപ്പിറൈറ്റ് വരുമോന്ന് എനിക്ക് അറിയത്തില്ല. മനുഷ്യനോട് ഞാൻ പറഞ്ഞു, ആ കോപ്പിറൈറ്റിന്റെ ചിഹ്നം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുമോ.
മറ്റേ നിഖില് അഴലിന്റെ ആഴങ്ങളില്ല ഇന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് കോപ്പറേറ്റ് കിട്ടി തുടങ്ങി, അതൊന്ന് ഓഫ് ചെയ്ത് വെക്കൂ. പുള്ളിക്കാരൻ സ്ട്രൈക്ക് കൊടുത്തു. ഓ ദേ എന്ത് ചെയ്യും ഞങ്ങള്. ഇതാണോ ഇത്രേ ഉള്ളൂ? മോളുണ്ട്. ഇത് കോളേജ് കുമാരനെ പോലെ ഷോ നിഖിൽ ചേട്ടൻ കേക്ക് നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആള് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജിയോ ചേട്ടൻ ഇതൊന്നും അറിയാണ്ട് അനൗൺസ് ചെയ്ത് പുള്ളി ഭക്ഷണം വെച്ചിട്ട് ഓടിപ്പോയി കൈ കഴിയിട്ട് വന്നിട്ട് വിഴി മൂടി യോസിച്ചാലോ പാടി. വിഴി മൂടി യോസിച്ചാൽ സൗണ്ട് വെച്ചാൽ അവക്ക് കോപ്പറേറ്റ് വരും. അപ്പോൾ ഇതാ ഇനി 5 മിനിറ്റും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പം ഏകദേശം കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 15 മിനിറ്റ് മതിയാവും. കണ്ട കറക്റ്റ് ആയില്ലേ മീൻ. ഇനി കുക്കായാൽ ലോവർ കുക്കാവും, ഹാർഡായി പോവും, അത് വേണ്ട. എന്താ അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ എന്താ എടുക്കുകയാണ്. കാണണ്ട കണ്ടോ. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ട്. അത് പുറത്തേക്ക് എടുത്ത് വെച്ചു. ഇനി മമ്മിയുടെ വോയിസ് ഓവറൊക്കെ കൊടുത്തു കഴിഞ്ഞ് പുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതൊന്ന് ചൂടാറും. അപ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജിൽ വെക്കുക, ഫ്രീസറല്ല ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അപ്പോഴേക്കും അത് സെറ്റ് ആയിക്കോളും. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല സെറ്റായിട്ട് വന്നു. ഇതാ കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കഴിച്ചു നോക്കാം കേട്ടോ. അവരെ കാണിച്ചിട്ടില്ല, അവർ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാണിച്ചാൽ പിന്നെ ഇതും ഇരിക്കും. സൂപ്പറായിട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് നോക്കാമല്ലോ, ബ്രെഡ്, പാല്, പഞ്ചസാര, അപ്പോൾ ഒരു ടേസ്റ്റ്. പക്ഷെ പിള്ളേർക്ക് പുഡിങ് എന്നൊക്കെ പണ്ട് കൊടുക്കുമ്പോൾ അത് നല്ലൊരു ഗ്രാൻഡ് ഡിഷായി, നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അറിയാലോ, നിങ്ങൾക്ക് എല്ലാതും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇനി നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.